മുന്ന ആ മുന്നയെ ഇവിടെ കാണാം. നമുക്ക് ഈ ചരിത്രത്തിലെ മുന്നമാരെയും സവർക്കറെയൊക്കെ നമുക്കറിയാം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ക്രിസ്തീയ ഗോളത്തിലെ സവർക്കർമാരും പെന്തക്കോസ്ത് ഗോളത്തിലെ മുന്നമാരുമാണ്. കഷ്ടം, പരിതാപം, ഭയം, ഭീരുത്വം, നിലനിൽപ്പ് എന്നല്ലാതെ ഇവരെയൊക്കെ ഓരോ സ്തുതിപാലനങ്ങൾ സംഘികളോടുള്ള വിഷയത്തിൽ പറയുമ്പോൾ അതായത് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. ഈ എലോഹീം ചർച്ചുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം നിലനിൽക്കുകയാണ്. വൃത്തസദനം അതാണ് കേന്ദ്രമായ വിഷയം. ആ വിഷയത്തെ നിയമപരമായി പോലീസ് കൈകാര്യം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ എലോഹീം ചർച്ചിനെ പൂട്ടണം, ബിനു വാഴമുട്ടത്തെ അകത്തിടണം. ഈ രണ്ട് വിഷയം ഇപ്പം എന്തായിരുന്നാലും ഇപ്പം ആദിമകാലം മുതലേ ഈ കള്ള സഹോദരന്മാരാരുള്ള ആപത്ത് എന്ന് പറഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന മുന്നണി സവർക്കർമാരും അവന്മാർക്ക് സ്തുതിപാലനം ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അതല്ലാതെയുള്ള എത്ര നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടവർ ജയിലിനകത്ത് കിടന്നിട്ടുണ്ട്. ഇപ്പം അത് ഇനിയിപ്പം ബിനു വാഴമുട്ടത്തെ ഇനിയിപ്പം ഇല്ലാത്ത കേസുകളെ കൊണ്ട് കുരുക്കി ജയിലിനകത്ത് ഇട്ടുകൊണ്ട് അങ്ങനെ നാടി കൈയും കൊടുത്ത് ആത്മഹത്യ ചെയ്യാനാണ് പോണേ. അങ്ങനെ ചിരിച്ച പരസ്പരം ഒക്കെ അങ്ങനെയാണെങ്കിൽ പോകും. അത് അവിടെ കൊണ്ട് അസ്തമിച്ചോടാ. മരണം കൊണ്ട് അസ്തമിക്കാത്ത മാർഗമാണിത്. പിന്നെയാണ് റൂത്ത് ജയിലെന്ന് പറയണത്. മനസ്സിലായില്ലേ? പിന്നെ പള്ളി പൂട്ടും. ആദിമകാലം മുതലേ തെങ്ങിന്റെ തോപ്പ് മറ്റേ മരത്തിന്റെ ചുവട്ടുകളിലൊക്കെയാണ് ആരാ നടന്നത്. ഈ പത്തനംതിട്ട ജില്ലയിൽ മരത്തിന് കുറവുമല്ലോ ഉണ്ട്. വിശ്വാസികളുടെ മരത്തിന്റെ ചുവടുകളിലിരുന്ന് ആരാധന ഞായറാഴ്ച നടത്തോടെ. ഇനിയിപ്പോ ഒരു ബിൽഡിംഗ് പൂട്ടി അല്ലെങ്കിൽ ഇങ്ങനെ അകത്തിട്ട് ഇവിടെ കൊണ്ട് തീരുന്നോ കഥ? ഇപ്പൊ അതിനു വേണ്ടി അങ്ങ് പുറകെ നടക്കുകയാണ്. ഇപ്പൊ ഞാൻ ചിന്തിച്ചു ഇനിയിപ്പോ പീഡന കേസ് മാത്രം ഒന്നും വന്നില്ലെന്ന്. ഇന്നും ഏതൊരു പാസ്റ്റർ പീഡിപ്പിച്ചെന്ന്. അങ്ങനെ ഒരു പാസ്റ്റർ എലോഹീം ചർച്ചിൽ ഇല്ല. ഈ ഏതൊരു പാസ്റ്റർ എലോഹീം ചർച്ചിൽ പീഡിപ്പിച്ചെന്ന് വാർത്ത ഈ ജനം ചാനലിൽ മലം ചാനലില് ഈ മറ്റേ ഇവനൊക്കെ വേറെ പണിയൊന്നുമില്ലേ കർമ്മ ഇതിനൊക്കെ എല്ലാം. ഇപ്പൊ വാസ്തവം പറഞ്ഞ BJP-യിലേക്ക് യഥാർത്ഥ നേതാക്കന്മാരൊക്കെ എല്ലാം മൗനമായിരിക്കും. അഭിപ്രായം എന്ന് പറയാം അവർക്കറിയാം. പക്ഷെ ഇവനൊക്കെ ഇത് ആൾക്കാരുടെ അന്തിമ വാർക്കെന്ന് പറഞ്ഞാൽ ഈ ചാനൽ തുറക്കുമ്പോൾ, മൊബൈൽ തുറക്കുമ്പോൾ ഈ വാർത്ത കേൾക്കുമ്പോൾ വരുന്ന ഒരു ഞരമ്പ് ഭയവിഭ്രാന്തി. ആ തലത്തിൽ ലോല മനസ്സിൽ ജീവിക്കുന്നവർക്ക് ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോഴൊക്കെ എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വിറയ്ക്കും, ഭയപ്പെടും ഉണ്ടാകും. അടിസ്ഥാനപരമായിട്ട് വേരൂന്നി ആത്മീയതയിൽ നിൽക്കുന്നവർക്ക് ഇതൊന്നും ബാധിക്കത്തില്ല. ഇപ്പം പൂട്ടിയത് കൊണ്ട് തീർന്നു, ഇങ്ങനെ ജയിലടച്ചു. ഇതൊക്കെ അല്ലേ ഇവരുടെ ലക്ഷ്യങ്ങൾ. ഇതോടെ കൊണ്ട് മുഖം പാടി അസ്തമിച്ച് തലകുഴിഞ്ഞു പോയോ? കള്ളക്കേസ് കൊണ്ട് നാളെ ഇങ്ങനെയൊക്കെയുള്ള വിഷയം വന്നാലും അതാണ് പൗലോസ് ഭക്തൻ പറഞ്ഞത്, ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ. മനസ്സിലായില്ലേ? എന്ത് വിഷയം വന്നാലും ഇവിടെ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടും, നിങ്ങളെക്കുറിച്ച് കളവായി സംസാരിക്കും. ഇതെല്ലാം ഇവിടെ ബൈബിൾ നേരത്തെ ഉണ്ട്. അതിനൊക്കെ എല്ലാം വന്നാലും അതിനൊക്കെ എല്ലാം അതിജീവിക്കേണ്ട ആൾറെഡി ഗ്രേസ് പ്രാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എക്സ്ട്രാ ഗ്രേസ്. ഞാൻ ആ മുൻകൂർ ജാമ്യത്തെ കുറിച്ചല്ല പറയുന്നത്, മുൻകൂർ അഡ്വാൻസ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ജയിലോ ഈർച്ചവാളോ പ്രശ്നമോ ഇനി മരണമോ വന്നാലും, മരണ നിഴലിൻ താഴ്വര വന്നാലും, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് വന്നാലും അതിനെ ഓവർകം ചെയ്യുന്ന ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആത്മാവിന്റെ കൃപ വിശ്വസിച്ച് പ്രാപിച്ച ഒരുവന്റെ ഉള്ളത്തിനകത്ത് ഒരു ചിരിയോടുകൂടെ മാത്രമേ ഇതിനെ ഫേസ് ചെയ്യത്തുള്ളൂ. ജയിലിൽ കള്ളൊക്കെ ജയിലിൽ പോകാൻ പോയി കഴിഞ്ഞാൽ അവിടെ പോയിരുന്ന അമ്മയുടെ എന്തെങ്കിലും ചേട്ടൻ പറയാം ആ ലെവലിൽ അതിനെ കാണും. ഇപ്പൊ പള്ളി ഇപ്പം വരെ പൂട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പത്തനംതിട്ട ജില്ല വിശ്വാസികളുടെ മരത്തിന്റെ ചുവട്ടുകളിലും അവിടെയൊക്കെ ഇരുന്ന നീയൊക്കെ എന്തിനാണ് പറയണത്? എന്തിനാണ് നീയൊക്കെ ഈ LKG പോലും അംഗനവാടി ടോക്കിങ്ങും ചാനലുകളല്ലേ? ഈ മനവും ജനവും ഒക്കെ അല്ലേ? മറ്റേ മറുനാടൻ അവന്റെയൊക്കെ ആ ഗതി ആലോചിച്ച് നോക്കണേ. ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ആ സംഘപാരിന്റെ പാദസേവ ചെയ്തു, ഒമ്മോരെ പാദസേവ ചെയ്ത് ഇവന്റെയൊക്കെ ഗതിയെ അവന്റെ ആ കേൾക്കുമ്പം തന്നെ വളരെ പരിതാപം തോന്നുകയാണ്. മനസ്സിലായില്ലേ? ഗുണ്ടായുസം പാസ്റ്റർമാരെ. ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയും. ഇത് പെന്തക്കോസിലെ മുന്നമാർ സവർക്കർമാർ ഇത് വളരെ വ്യക്തമായിട്ട് ഇത് കേൾക്കണം. ഈ ക്രിസ്തുവിലുള്ള ഭാവം എന്ന് പറയണത് അഭിനയമല്ല.
പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഒരടി അടിച്ചാൽ തിരിച്ച് കാണിച്ചു കൊടുക്കണം. ഇടേ അത് ശരിയാണ്. ഇപ്പം നീയൊക്കെ സംയമനം പാലിക്കണം, ക്ഷമയല്ലേ മാർഗം എന്നൊക്കെ ചോദിക്കുന്നില്ലേ? അപ്പം നിനക്കൊക്കെ ഈ ഒരു വിഷയം വരുമ്പോൾ മാത്രം സംയമനം, ക്ഷമ. ബാക്കി നിന്റെയൊക്കെ 99 വിഷയത്തിലും അച്ചടക്കമാണോടെ? പാസ്റ്ററെ, ചാനൽ, ഈ ക്രിസ്തീയ ചാനൽ പാസ്റ്റർമാരെ, നീയൊക്കെ എന്തുകൊണ്ട് അങ്ങനെ ഗുണ്ടായുസം? കെ എ തോമസ് അങ്ങനെ പറഞ്ഞു, കെ എ തോമസ് ഇങ്ങനെ പറഞ്ഞു. ദൈവമക്കൊക്കെ പറ്റിയതാണോ? ഓക്കെ, ദൈവമക്കൊക്കെ പറ്റിയതാണോ ഈ വിഷയം ഒഴിച്ച് ബാക്കി കസേര കളി, മറ്റുള്ള വീട്ടിലെ വിഷയങ്ങൾ, കുടുംബ വിഷയങ്ങൾ, ബാക്കി വിഷയങ്ങളെല്ലാം അച്ചടക്കം നിങ്ങൾ പുലർത്തുന്നോ? ഇടാ കെ എ തോമസ് എന്താണ്ടാ പറഞ്ഞേ? ഇടാ ഏതാ ഇപ്പൊ ജന്മനാ ഒരുത്തൻ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കാൻ കഴിവില്ലാത്തവന്മാരുണ്ട്. അത് ആത്മീയതയല്ല, അത് ആത്മീയതയല്ല. അവന് ജന്മനാ തിരിച്ചടിക്കാൻ അറിഞ്ഞൂടാ, പേടിയാണ്. പക്ഷേ കെ തോമസ് പറഞ്ഞ എന്താണ്? ഞങ്ങൾക്കറിയാം. പൗലോസും അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ജഡത്തിലെ യഹൂദനായിരുന്നപ്പോൾ എങ്കിലും ക്രിസ്തു നിമിത്തം സകലതും ചപ്പന്നും ചവറെന്നും എണ്ണി, അങ്ങനെ ആ അർത്ഥത്തിൽ എന്തോ പറഞ്ഞു, സകലതും ഛേദമെന്ന് അഭിമാനിക്കാൻ എനിക്ക് പലതുമുണ്ട്. ജഡത്തിൽ അഭിമാനിക്കാൻ, ജഡത്തിൽ അഭിമാനിക്കണമെങ്കിൽ യഹൂദൻ ആ ലെവലൊക്കെ. അപ്പൊ കെ തോമസ് എന്താ പറഞ്ഞേ? ഞാനിന്ന് പറയുന്നത് സമൂഹത്തോട് അല്ല, കേൾക്കുന്നതായിരിക്കാം. ഞാൻ പെന്തക്കോസ്തിലെയും ക്രിസ്തീയ സഭയിലെ മുന്നമാരോട്, സവർക്കരോടാണ്. എനിക്ക് വേണമെങ്കിൽ അടിക്കാം, തിരിച്ചടിക്കാം, അതിന്റെ ധൈര്യം എനിക്കുണ്ട്. പക്ഷേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് രാവിലെ നടന്ന് അടിച്ചതുപോലെ തിരിച്ചടിക്കാൻ വൈകുന്നേരം ഞങ്ങൾക്ക് അടിക്കുന്നില്ല, പ്രതികരിക്കില്ല. ഞങ്ങൾക്കത് ചെയ്യാം. പക്ഷെ ഞങ്ങൾ ചെയ്യാത്തത് ഞങ്ങളെ ബലപ്പെടുത്തുന്ന, ഞങ്ങളെ പാകപ്പെടുത്തിയ ഒരു ആത്മഭാഗത്തുണ്ട്. അതുകൊണ്ട് ഞങ്ങളടിച്ച തിരിച്ചടിക്കുന്ന അർത്ഥത്തിലല്ല, അതിന്റെ ആത്മീയത കൂടെ മനസ്സിലാക്കാൻ സവർക്കർ പാസ്റ്ററെ, മുന്ന പാസ്റ്ററെ, നിനക്ക് കഴിയാതെ പോയല്ലോ എന്നുള്ള അവസ്ഥയാണ്. ഈ ക്ഷമയും സഹിഷ്ണുതയും നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞ് പറയുന്നവർ ബാക്കി നിങ്ങളുടെ എല്ലാ മേഖലകളിലും അച്ചടക്കം, സംയമനം, ക്രിസ്തുവിന്റെ ഭാവം നിലനിർത്തിയിട്ട് ഇവിടെ ക്ഷമയെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഈ ബിനു വാഴമുട്ടം എലോഹീം ചർച്ച് എന്ന് പറയുന്നത് വരും നാളുകളിലെ ദാരുണം അനുഭവിക്കുവാൻ, പീഡനങ്ങളിലൂടെ കടന്നു പോകുവാൻ വേണ്ടി വിധിക്കപ്പെടുന്ന സഭയുടെ ഒരു പ്രതിനിധിയാണ്. ആ സഭയുടെ ഒരു പ്രതിനിധിയാണ്. ഈ പ്രതിനിധിയായ ബിനു വാഴമുട്ടത്തിനും ഈ എലോഹീം ചർച്ചിനും ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നെങ്കിൽ വരും നാളുകളിൽ അത് ദൈവസഭയുടെ ഈ പ്രായോഗിക നീതിയെ, ദൈവസഭയുടെ ആത്മീക നീതിയും സനാതന നീതിയും അത് ഒരുത്തരും ചുക്ക് ചെയ്യാൻ പറ്റൂല, അത് വിടാം. പക്ഷെ ഇവിടെ ഭൂമി നമ്മളെ കാല് തറയിലാണല്ലോ. ഇവിടെ കുറെ യുദ്ധം ചെയ്യേണ്ടി വരും. ഈ പ്രതികരിക്കുന്ന ഈ മുന്നമാരും ഈ സവർക്കർമാരും എന്ന് അറിഞ്ഞിരുന്ന നന്നായിരിക്കും. പിന്നെ ഇവിടെ ഇദ്ദേഹം വസ്തുവിൽ വാങ്ങിച്ചെന്ന് പറഞ്ഞു, വെറും ചുമ്മാ ആരോപണം. ഓക്കെ, ഇദ്ദേഹത്തിനിടെ ഏതൊരു പാസ്റ്റർ ഇപ്പോൾ ഒരു പീഡനം നടത്തിയെന്ന് പറഞ്ഞു. ഇത് വെറും ചുമ്മാ. ഇപ്പൊ ഞാൻ പറയട്ടെ, പള്ളിയായാലും ക്ഷേത്രമായാലും മദ്രസ ആയാലും ഈ തുടക്കത്തിലൊക്കെ ഉള്ളവരും ഇടയിൽ വന്നവരൊക്കെ എല്ലാവരും എപ്പോഴും രമ്യമായിരിക്കണമെന്നില്ല. ചില സമയങ്ങളിൽ ചില വിഷയങ്ങളിലൊക്കെ എല്ലാം ആരോപണ വിധേയപ്പെട്ട് പള്ളി വിട്ട് പുറത്താക്കിയവരുണ്ട്. ഇവരൊരു കുറ്റത്തിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഈ മാനവും ചാനൽ, ഈ ചാനലിൽ വേറെ ഇപ്പൊ നിവർത്തിയില്ല മറ്റവർക്കെതിരെ കേസെടുത്തുകൊണ്ട് ഇതിന്റെ ഓരോ എവിടെ വെച്ച് കുരുക്കാമെന്ന് പറഞ്ഞ് പുറകെ നടന്ന് ഏതൊക്കെ വോയിസ് ക്ലിപ്പുകളോ അതും ഇതും കേൾപ്പിച്ചുകൊണ്ട് വരുന്നത്. ഇവിടെ വോയിസ് ക്ലിപ്പുകളോ ഇവിടുത്തെ നിന്റെയൊക്കെ ഉള്ള ചാനലുകൾ വരുന്ന വാർത്തകളോ കേട്ട് നിങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനം നിയമവ്യവസ്ഥ, പോലീസ് അല്ലെങ്കിൽ അവരുടെ കയ്യിലെത്തുമ്പോൾ അവരിതിനെങ്ങനെ കാണുന്നു അത് മാത്രമാണ്. അല്ലാതെ യവന്മാരുടെ ഈ ചാനലുകളിലെ ഈ വാർത്തയും റേറ്റിങ്ങും ഇവരുടെ കഞ്ഞികുടിയും യവന്മാരുടെ ഇതെല്ലാം കാണുമ്പോൾ ഇതൊക്കെ നീയൊക്കെ ആരടുത്താണ് നീ സംസാരിക്കുന്നത്? ഈ ചാനലുകാരന്മാര് ഇതൊക്കെ കേൾക്കുമ്പോൾ അതേപോലെ അങ്ങ് ഭക്ഷിക്ക്. ഇത് കേൾക്കുമ്പോൾ ഒരു കള്ളം അവതരിപ്പിച്ചാലും അതിൻ്റെതായ നിലകളിൽ അവതരിപ്പിച്ച അതിൻ്റെ സുഖമുണ്ട്. പക്ഷെ നിനക്കൊക്കെ ഈ ജനം ചാനലിനും ഈ മറ്റേ യന്ത്രമൊക്കെ ചാനൽ, എനിക്ക് പേര് ഓർമ്മയില്ല, ഈ നിനക്കൊക്കെ നിങ്ങൾ ഒരു കള്ളത്തെ അവതരിപ്പിക്കാനേ നിങ്ങൾക്ക് അറിയില്ല. വേറും പോരായിരിക്കണ്ടേ നിങ്ങളുടെയൊക്കെ അവതരണം? വേറും പോരായിരിക്കുന്നു, വേറും വളരെ പരിതാപമായിരിക്കുന്നു. അതുകൊണ്ട് ആരാധനയെ പൂട്ടണം, ആരാധനാലയത്തെ പൂട്ടണം. അത് കേരളത്തിൽ ഒരു തുടക്കമായിരിക്കണം.
എന്ന ചിന്തയോടുകൂടെ ഇവനൊക്കെ ചെയ്യുന്ന ഈ പരിപാടി. കേസ് ഇപ്പം BHP-കാർ കേസ് കൊടുത്തെന്ന് പറഞ്ഞു. അവർക്ക് കേസ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും കൊടുക്കാം. ശശികല ടീച്ചറിനെതിരെ കേസ് കൊടുത്തൂടെ? പിന്നെ ഒരാൾ ഗോപാലൻ സാർ, അദ്ദേഹം ഭൂമി വിട്ട് മാറ്റപ്പെട്ടു, അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാമായിരുന്നു. പിന്നെ ഒരു ഊത്തമരുത്തായി ന്യൂസിലൻഡിൽ ഇരുന്നുകൊണ്ട് യേശുവിനെയും മറ്റവനെയൊക്കെ പറഞ്ഞു. പിന്നെ ഏതൊരു വേട്ടാവളി ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ കൈയിട്ട് അവന്റെ തൊഴിലായിരിക്കാം. അവന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞില്ല. അവനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുന്നില്ല. ഇവനൊക്കെതിരെ കേസ് കൊടുത്തൂടെ? ഈ യേശുവിനെ കുറിച്ച് എതിരായിട്ട് എന്തെല്ലാം അവഹേളനം ഇവിടെ നടത്തുന്നുണ്ട്, ഇവർക്കെതിരെ കേസ് കൊടുത്തൂടെ? അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ എത്രയെല്ലാം പാസ്റ്റർമാർ പീഡനം, അവർക്കെതിരെ കേസ് കൊടുത്തൂടെ? മനസ്സിലല്ലേ? കേസ് കൊടുക്കാൻ 100 കണക്കിന് വിഷയങ്ങൾ ഉണ്ട്. അവിടെ ക്ഷേത്രം ഇരിക്കുന്നു, അവിടെ ഇരിക്കുന്നു, അവിടെ അനധികൃതമായി ആരാ നടക്കുന്നു, പബ്ലിക് റോഡ് ഉപരോധിക്കുന്നു, അല്ലെങ്കിൽ റോഡിലൂടെ അത് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം അനാചാരങ്ങൾ ഇവിടെ നടക്കുന്നു. ഇതിനൊക്കെ എന്തിന് അന്ധവിശ്വാസം, അനാചാരം, ചാണകം തിന്നുന്നു, മൂത്രം കുടിക്കുന്നു? ഇനി ആലോചിച്ച് നോക്കി. ഇതിനൊക്കെ പരാതി കൊടുക്കുക. പിന്നെ ഒരു വെളിവുമില്ലാത്ത കുറെ ശാസ്ത്രങ്ങൾ അവിടെ അതിരിക്കുന്നു, ഇവിടെ ഇതിരിക്കുന്നു. എന്തിന് കേസ് കൊടുക്കുന്നു? പിന്നെ ഈ കേസ് കുരുക്കും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത് വേറെ ഇടം കൊണ്ട് കളി. അതൊക്കെ അങ്ങനെയൊക്കെ കള്ളക്കേസ് കൊടുത്ത് വടക്കേ ഇന്ത്യയിലൊക്കെ പാസ്റ്റർമാരകത്ത് കിടക്കുന്നു, കുരുങ്ങി കിടക്കുന്നു. അവരകത്ത് സന്തോഷമായിട്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ കാരണം ഇവർ ഈ ഭൂമിയിൽ ഈ കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം, ഇതിനെ കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അന്തസ്സു, അഭിമാനം, അല്ലെങ്കിൽ പേര്, പുകഴ്ച, ഇവിടുത്തെ അയ്യോ ഞങ്ങൾക്ക് ജയിലിൽ കിടക്കണം, ഇതിലൂടെ വരുന്ന ഇതൊക്കെ അങ്ങ് ഞങ്ങൾ കളഞ്ഞവരാണ്. എന്തിനു വേണ്ടി? അതിനു വേണ്ടി. ഈ താൽക്കാലികത്തിന്റെ ഇതൊക്കെ എല്ലാം കളഞ്ഞു. ഇതിനെ കളയുന്നവൻ അത് നേടും. അത് നേടി. അതെന്ന് പറഞ്ഞാൽ എറ്റേണൽ ലൈഫ്, ഭൂതകാല നിത്യത, ഭാവികാല നിത്യത, തുടക്കവും ഒടുക്കവുമില്ലാത്ത ആ നദിയിൽ ആ നദി, ജീവന്റെ നദി നേടിയവൻ. ഇതൊക്കെ ഈ വാർത്തയൊക്കെ ചിരി വരും സത്യമായിട്ട്. നിങ്ങൾ പറ്റും എനിക്കൊന്ന് ചെയ്തിരുന്നുണ്ട് കേസ്. എനിക്ക് വാസ്തവം പറഞ്ഞാൽ പിന്നെ 2 ആഴ്ച എവിടെയെങ്കിലും പോയി കിടന്ന് സുഖമായിട്ട് കിടന്ന് ഭക്ഷണമൊക്കെ ഉണ്ടല്ലേ, എനിക്ക് കുഴപ്പമില്ല. എനിക്കകത്ത് കിടക്കാൻ താല്പര്യമുണ്ട്. ഏതെങ്കിലും കേസ് വല്ലതും ഉണ്ടെങ്കിൽ ചുറ്റിപ്പുറക്കി എൻ്റെ പേരിലൊന്ന് കൊടുക്കി, ഞാൻ അഡ്വക്കേറ്റിനൊന്നും വിളിക്കില്ല, ഞാനകത്ത് പോയി കിടക്കാൻ തയ്യാറാണ്. പിന്നെ എനിക്കൊരു പള്ളിയുണ്ട്, അതിനെ പൂട്ടാൻ നോക്കി. കാരണം പാലിയോട് എല്ലാ എൻ്റെ വിശ്വാസികളുടെ മരത്തിൻ്റെ ചോട്ടിലും അതൊക്കെ ഒരു സന്തോഷമായിട്ട് അടുത്തൊരു റവലേഷനായിട്ട് ഞങ്ങൾ ഏറ്റെടുത്ത് അങ്ങ് എൻജോയ് ചെയ്യൂടേത്. എന്തിനാണ് ഇതൊക്കെ? അയ്യേ, നാണക്കേട്. ഒരു കേസ് കഴിഞ്ഞു, അത് തോറ്റു. ഇനി പുതിയ പരിവേഷത്തിൽ ഒരു വോയിസ് ക്ലിപ്പ് കൊണ്ടുവന്നു, വീണ്ടും അതും ചീറ്റി. പിന്നെ അത് കഴിച്ചിട്ട് ഇനിയിപ്പം വീണ്ടും ഇവർ പരാതി കൊടുത്തു. പാസ്റ്റർ അന്ന് ഈ ദേവിയെക്കുറിച്ച് പ്രസംഗിച്ചു. ദേവിയുടെ പേരൊക്കെ ആരെന്നറിയോ? ഈ ഹൈന്ദവ സമൂഹത്തിലിരുന്ന് പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ വന്നു. അവരൊക്കെ ഇങ്ങനെ വിഭ്രാന്തിയിലൊക്കെ ആയി വരുമ്പോൾ നീ ആര് എന്ന് പറയുമ്പോൾ അവരെ സ്വന്തം പേര് സുജാതയെന്നോ പിന്നെ രവീന്ദ്രനെന്നോ പിന്നെ സുമയെന്നോ പറയാതെ അവരകത്ത് ഓരോ പേര് പറയും. ഇവര് പറയണ പേരാണ് ഞങ്ങൾക്ക് അറിയാവുന്നുള്ളത്, അല്ല ഞങ്ങൾക്ക് വേറെ പേരുകളൊന്നും അറിയത്തില്ല. അതിന് ആരോപണം. ഇനിയിപ്പം നോൺ വെയിലബിൾ സെക്ഷന് വേണ്ടി ആണ് ആരോപിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം ബിനു വാഴമുട്ടം പാസ്റ്റർ ഇനി മുൻകൂർ ജാമ്യം എടുക്കാനും പോകണമില്ല, പേടിച്ചവിടെ നിന്ന് ഓടാനും പോകണമില്ല. പിന്നെ പുള്ളിക്കറിയാം അങ്ങേര് അഡ്വാൻസ് ഗ്രേസ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ട്. അഡ്വാൻസ് ഗ്രേസ് പ്രാപിച്ച ഒരു ചെറിയ റെവലേഷനാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ LKG ആയിരിക്കാം, എങ്കിലും അഡ്വാൻസ് ഗ്രേസ് പ്രാപിച്ച, അഡ്വാൻസ് റെസ്റ്റ് പ്രാപിച്ച, അഡ്വാൻസ് ശബത്ത് പ്രാപിച്ച, ഇത് മനസ്സിലാകുന്നവർ മനസ്സിലാക്കിക്കൊള്ളുക. അഡ്വാൻസ് ഗ്രേസ്, അഡ്വാൻസ് റെസ്റ്റ്, അഡ്വാൻസ് ശബത്ത്. ഇത് ഞായറാഴ്ച ഉച്ച കൊണ്ടോ ഉപവാസ പ്രാർത്ഥനയിലോ മാത്രം കിട്ടുന്ന ഒന്നല്ല. ഓരോ ബ്രീത്തിങ് ടൈമിലുമുള്ള ഗ്രേസ്, റെസ്റ്റ്, ശബത്ത്, അതിന്റെ റെവലേഷൻ പഠിച്ച അല്ല, പ്രാപിച്ചല്ല, എക്സ്പീരിയൻസ് ആയ ഒരുവന് കഷ്ടതയോ പട്ടിണിയോ പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ, പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന, സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം
പാരിലും തുള്ളു. രണ്ടു നാഴ്ചയായിട്ട് ഈ ഇങ്ങനെ പള്ളി പാസ്റ്റർ ഇങ്ങനെയൊക്കെയുള്ള വിഷയം പറഞ്ഞ് എൻ്റെ തൊണ്ടയും പ്രൈസ് ദി ലോർഡ് പാസ്റ്ററുടെ തൊണ്ട പോലെയായി. ഓക്കെ, വീണ്ടും കാണാം.